നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് ലോക ക്യാൻസർ ദിനമാണ്. അർബുദത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും രോഗപ്രതിരോധം, കണ്ടെത്തൽ, ചികിത്സ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് എല്ലാ വർഷവും ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത്. ക്യാൻസർ മൂലമുള്ള മരണങ്ങൾ കുറയ്ക്കുന്നതിനും എല്ലാവർക്കും തുല്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനും ഈ ദിനം ലക്ഷ്യമിടുന്നു. ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നതും ക്യാൻസറും ചികിത്സാ രീതികളും എന്ന വിഷയത്തെ പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സർജിക്കൽ ഓങ്കോളജി കൺസൾട്ടന്റ് ഡോക്ടർ വിഷ്ണു സന്തോഷ് മേനോൻ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം മാഡം. ഡോക്ടർ, ഈ ഫെബ്രുവരി 4 ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുകയാണല്ലോ. ഈ ഒരു ദിനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. ഡോക്ടർ, ഇത്തരത്തിലൊരു ദിനം ആചരിക്കുന്നത് കൊണ്ട് എത്രത്തോളം കാര്യങ്ങൾ ഫലവത്തായി നടക്കുന്നുണ്ട് എന്നതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? യെസ് മാഡം. 2025-27 കാലഘട്ടത്തേക്ക് വേണ്ടിയിട്ടുള്ള WHO ക്യാൻസർ അവയർനെസ് തീം തന്നെ യുണീക്നെസ് ഓഫ് ക്യാൻസറിനെ പറ്റിയാണ്. ഓരോ പേഷ്യന്റിനും ക്യാൻസർ എക്സ്പീരിയൻസ് ആയാലും അവരുടെ ട്രീറ്റ്മെന്റ് ആയാലും ഓരോന്നും യുണീക്ക് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവയർനെസ് ഓരോ വ്യക്തിയുടെയും എക്സ്പീരിയൻസുകളെ പോലെ തന്നെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിനെ പറ്റി എല്ലാത്തിനെയും പറ്റിയുള്ള എക്സ്പീരിയൻസുകളും വേറെ വേറെയാണ്. അപ്പോൾ ആ അവയർനെസ് നമുക്ക് കൊണ്ടുവന്നാലാണ് ഈ സ്റ്റിഗ്മ ക്യാൻസറിനെ പറ്റി മാറ്റാൻ പറ്റുന്നുള്ളൂ. സ്റ്റിഗ്മ മാറ്റിയാലാണ് അവയർനെസ്സും ഉണ്ടാവുള്ളൂ. അറ്റ് ദ സെയിം ടൈം പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ രോഗികളായാലും അവരുടെ ബന്ധുക്കളായാലും താല്പര്യപ്പെടുകയുള്ളൂ. ഈ അസുഖം കൊണ്ട് സംഭവിക്കുന്ന മരണവും അത് കാരണം സംഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ക്യാൻസർ അവയർനെസ് തന്നെയാണ് വേൾഡ് ക്യാൻസർ ഡേ കൊണ്ട് നമ്മൾ മെയിൻ ഫോക്കസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഡോക്ടർ, ഈ ക്യാൻസർ ചികിത്സയിൽ ഒരു സർജന്റെ പ്രധാന പങ്ക് എന്താണ് എന്നതിനെ പറ്റി ഒന്ന് സംസാരിക്കാമോ? ക്യാൻസർ ചികിത്സ ഒരു ടീം വർക്കാണ്. സർജൻ അതിലൊരു മെമ്പർ മാത്രമാണ്, പക്ഷെ ഒരു പ്രധാനപ്പെട്ട മെമ്പർ തന്നെയാണ്. ക്യാൻസറിന്റെ ഡയഗ്നോസിസ്, അത് രോഗത്തെ സ്ഥിരീകരണത്തില്, രോഗത്തിന്റെ സ്റ്റേജിങ്ങില്, രോഗത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് വേണ്ട സർജറി ചെയ്യുന്നില്ല. അത് മിനിമൽ ഇൻവേസീവ് ആവാം, റോബോട്ടിക് ആവാം, ഓപ്പൺ സർജറികളാവാം, അല്ല ഡയഗ്നോസിന് വേണ്ട ബയോപ്സികളായിരിക്കാം. ഈ സർജറി കഴിഞ്ഞ് രോഗിയുടെ ഫർദർ ട്രീറ്റ്മെന്റുകൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, അവരുടെ ഫോളോ അപ്പ് നോക്കുന്നത്, അഡ്വാൻസ് ആയിട്ട് ക്യാൻസറുകളായിട്ടുള്ള രോഗികളെ അവരുടെ പാലിയേറ്റീവ് കെയറിൽ സപ്പോർട്ട് ചെയ്യുന്നത്, ഇതൊക്കെ ഒരു സർജന്റെ റോളാണ്. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് നമ്മൾ ഒരു സർജൻ ഈ ക്യാൻസർ ട്രീറ്റ്മെന്റ് ടീമിലെ ഒരു മെമ്പറാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. ക്യാൻസർ ചികിത്സ ഒരിക്കലും ഒരു സർജനോ ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റോ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല. ആ ടീമിലെ മെമ്പറാണ് ഒരു സർജൻ. ഡോക്ടർ, അതുപോലെ നമുക്കിപ്പോൾ ഈ ക്യാൻസർ ചികിത്സയെ പറ്റി പറയുമ്പോഴൊക്കെ ഏറ്റവും അധികം കേട്ടിട്ടുണ്ടാകുന്ന ഒരു വാക്ക് കീമോതെറാപ്പി അങ്ങനെയൊക്കെയാണ്. ഈ സർജിക്കൽ ഓങ്കോളജി എന്നൊരു വാക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് അത്ര പരിചിതമായിരിക്കില്ല. എന്താണ് ഈ സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? മാം, സർജിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ പറ്റില്ല. കുറെ കാലമായി സ്പെഷ്യാലിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്യാൻസർ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സർജിക്കൽ കാര്യം മാത്രമല്ല ഒരു സർജൻ ചെയ്യേണ്ടത്. ഈ രോഗിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അതിന് വേണ്ട കെയർ ത്രൂ ഔട്ട് അവരുടെ ട്രീറ്റ്മെന്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം സർജറി ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വെൻ നോട്ട് ടു ഓപ്പറേറ്റ്. ആ വെൻ നോട്ട് ടു ഓപ്പറേറ്റ് ഒരു സർജിക്കൽ ഓങ്കോളജിസ്റ്റും ഒരു സാധാരണ സർജനുള്ള ഡിഫറൻസ്. അപ്പോൾ ഒരു സർജിക്കൽ ഓങ്കോളജി ഒരു ഓങ്കോളജി ടീമില് സർജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർജിക്കൽ ഓങ്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി ചെയ്യുന്നത് മാത്രമല്ല വെൻ നോട്ട് ടു ഓപ്പറേറ്റ് ഡിസൈഡ് ചെയ്യുന്ന ആളാണ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ്. നമുക്ക് ഈ മറ്റ് ചികിത്സാ രീതികളുമായിട്ട് ഈ ഒരു മേഖല എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ? മറ്റ് ചികിത്സാ രീതികളെ വ്യത്യസ്തമായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ഫോളോ അപ്പ് തന്നെയാണ് പേഷ്യൻസിന്റെ. കാരണം ചികിത്സ ചെയ്ത് പൂർണ്ണമായിട്ട് രോഗം മാറ്റിയാൽ പോലും പല രോഗികളിലും റിക്കറൻസ് നമ്മൾ 3 വർഷം 4 വർഷം കുറെ 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാൻസർ സർജറി ചെയ്ത സർജനും ആ ടീമിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള മറ്റു ഡോക്ടർമാരായാലും ഈ രോഗിയായിട്ടുള്ള ബന്ധം ത്രൂ ഔട്ട് ലൈഫാണ്. അപ്പോൾ മറ്റു രോഗങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം ഇത് തന്നെയാണ്. ഫോളോ അപ്പ് ഫോർ ലൈഫ് ഫോർ മെനി കേസസ്. അറ്റ് ദ സെയിം ടൈം ഒരു ക്ലോസ് ആയിട്ട് അവരുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ത്രൂ ഔട്ട് പേഷ്യന്റ് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്കിപ്പോൾ ഈ ശരീരത്തിലുണ്ടാക്കുന്ന മുഴകളൊക്കെ പലപ്പോഴും ക്യാൻസർ ആയിട്ട് പിന്നീട് സ്ഥിരീകരിക്കാറുണ്ട്. പക്ഷേ ആളുകൾ എന്ത് തരം മുഴകൾ ഉണ്ടായാലും ഇത് ക്യാൻസർ ആണോ എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട്. നമ്മൾ ശരീരത്തിലുണ്ടാകുന്ന ഏത് തരം മുഴകളെയാണ് കൂടുതൽ ഗൗരവമായിട്ട് കാണേണ്ടത്? മാഡം, ശരീരത്തിലുണ്ടാകുന്ന മുഴകള് ചില
പുറമേ കാണുന്ന പച്ചില ക്യാൻസറുകൾ അല്ലെങ്കിൽ അവയവങ്ങളിൽ ഉപയോഗിക്കുന്ന ക്യാൻസറുകളുടെ ഒരു ലക്ഷണം മാത്രമായേക്കാം. പക്ഷെ അതിൽ തന്നെ എല്ലാ മുഴകളും പേടിക്കേണ്ട മുഴകളല്ല. പക്ഷെ പേടിക്കേണ്ടതായിട്ടുള്ള ചില മുഴകളുണ്ട്. സപ്പോസ് പെയിൻലെസ് ആയിട്ടുള്ള മുഴകൾ, വേദന ഇല്ലാത്ത മുഴകൾ, പെട്ടെന്ന് ഒരു ചെറിയ കാലഘട്ടത്തിനുള്ളിൽ വലുതായി വരുന്ന മുഴകൾ, മുഴ സംബന്ധമായിട്ട് മറ്റ് ലക്ഷണങ്ങൾ. ഇപ്പോ സപ്പോസ് ഒരു ബ്രസ്റ്റിൽ മാറിലൊരു മുഴ വന്നു, ആ മുഴയായിട്ട് ബന്ധപ്പെട്ട് ചർമ്മത്തിൽ വരുന്ന മാറ്റങ്ങൾ, കടല വീഴ്ചകൾ, ഇങ്ങനെ വരുന്ന മുഴകളാണ് നമ്മൾ കൂടുതൽ ക്യാൻസറിന് സാധ്യത ഉള്ളതായിട്ട് കണക്കാക്കുന്നത്. പക്ഷെ ഒരിക്കലും പെയിൻലെസ് ആയിട്ടുള്ള ഒരു മുഴ അല്ലെങ്കിൽ സംസ്കൃത ആസ്ത്രമായി വരുന്ന പുതിയ മുഴ ക്യാൻസർ ആണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. മുഴകൾക്ക് കാരണം ക്യാൻസർ ആയേക്കാം, പക്ഷെ അത് കൃത്യം സ്ഥിരീകരണം നടത്തി വേണ്ട ചികിത്സ നമ്മൾ എടുക്കുന്നത്. ഒരിക്കലും നമ്മൾ ഇത് ക്യാൻസർ ആണെന്നുള്ള ചികിത്സ നമ്മൾ പോകരുത്. ശങ്ക ഉണ്ടാവാൻ പാടില്ല, പക്ഷേ ജാഗ്രത വേണം. നമുക്കിപ്പോ ഒരു മുഴ ക്യാൻസർ ആണോ എന്ന് ബയോപ്സി വഴി സർജിക്കൽ മാർക്കിങ്ങിലൂടെ എങ്ങനെയാണ് സ്ഥിരീകരിക്കാൻ സാധിക്കുക? ബയോപ്സി ആണ് ക്യാൻസറിന്റെ സ്ഥിരീകരണത്തിന് വേണ്ട ടെസ്റ്റ്. ബയോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴയാണെങ്കിൽ അത് ഏത് ഭാഗത്ത് നിന്ന പോലെ ഇരിക്കും. ചെറിയ മുഴകൾ സപ്പോസ് ഭയങ്കര ആക്സസിബിൾ ആയിട്ട് സൈറ്റുകളാണ്, അതാണ് നമുക്ക് പൂർണ്ണമായും നീക്കം ചെയ്ത് അതിനെ നമുക്ക് ടെസ്റ്റിംഗ് അയക്കാം. അതും ബയോപ്സി തന്നെയാണ്. അത് സർജറി ചെയ്യുന്ന കൂട്ടം ചെയ്യുന്ന ബയോപ്സിയാണ്. നേരെ മറിച്ച് വേറെ ചില ഭാഗങ്ങളിൽ നമുക്ക് മുഴ ചിലത് നമുക്ക് ഒറ്റയടിക്ക് ഡയറക്റ്റ് സർജറി ചെയ്യാൻ പറ്റില്ല. അപ്പൊ രോഗസ്ഥിരീകരണം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ആവശ്യമാണ്. അപ്പോൾ ബയോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്നുള്ള ആ മുഴയിൽ നിന്നുള്ള കോശങ്ങൾ നമ്മൾ ടെസ്റ്റിംഗ് അയക്കുന്നതിനാണ്, നമ്മൾ ടിഷ്യൂ ടെസ്റ്റിംഗ് അയക്കുന്നതാണ് ബയോപ്സി എന്ന് പറയുന്നത്. അപ്പൊ അത് പല മാർഗങ്ങളിൽ ചെയ്യേണ്ടി വരാം. ചിലത് നമ്മൾ ഡയറക്റ്റ് സർജറി തന്നെ ആയിട്ട് അപ്ഫ്രണ്ട് ആയിട്ട് ചെയ്യേണ്ടി വരും, ചെറിയ മുഴകൾക്കൊക്കെ തന്നെ. വേറെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ബയോപ്സി പ്ലാൻ ചെയ്ത് അതിന്റെ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും ഒരു ബയോപ്സി റൈറ്റ് പ്രൊസീജിയർ അല്ല, അതൊരു ക്യാൻസർ ടീം ഡിസ്കഷന്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. ഈ രോഗിക്ക് ഇന്ന മാറ്റങ്ങളാണ് സ്കാനിലുള്ളത്, ഇന്ന ലക്ഷണം ക്ലിനിക്കൽ ഫൈൻഡിങ്സ് ഉള്ളത്. ഈ സാഹചര്യം നമ്മൾ ഏത് രീതിയിൽ ബയോപ്സി ചെയ്ത് സ്ഥിരീകരിക്കണം, ഡയറക്റ്റ് സർജറി വേണോ അല്ലെങ്കിൽ ബയോപ്സി ചെയ്ത് പരിശോധനയ്ക്ക് അയക്കണോ, മുഴ നീക്കം ചെയ്താൽ പരിശോധന വേണോ എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പോൾ ബയോപ്സി എന്നുള്ള വാക്കാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്. അതൊരു ടെസ്റ്റ് മാത്രമാണ്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് രോഗിയുടെ ആരോഗ്യസ്ഥിതിയും ആ മുഴയുടെ മറ്റു ലക്ഷണങ്ങൾ ഏത് സ്ഥലത്താണെന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആളുകൾക്കിടയിൽ ഈ ബയോപ്സിയെ പറ്റി പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ട്. ക്യാൻസർ പടരും എന്ന തരത്തിലുള്ള പേടികളൊക്കെ സാധാരണക്കാർക്കിടയിലുണ്ട്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള സത്യമുണ്ടോ? മാം, ഇത് ഒരു പാർഷ്യലി കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. എഗെയിൻ ഞാൻ പറഞ്ഞു, പ്ലാനിങ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒരിക്കലും ഒരു ബയോപ്സി നമ്മളിപ്പോ ഒരു മുഴ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നെക്സ്റ്റ് സ്റ്റെപ്പ് ബയോപ്സി അല്ല, നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിസ്കഷൻ ആണ്. എങ്ങനെയാണ് സേഫ്ലി നമ്മൾ രോഗം സ്ഥിരീകരിക്കേണ്ടതെന്നുള്ളതാണ്. സപ്പോസ് ഇപ്പൊ അണ്ടാശയത്തിൽ വരുന്ന മുഴകൾ, അങ്ങനത്തെ മുഴകൾക്ക് ഒരിക്കലും ഡയറക്റ്റ് ബയോപ്സി ചെയ്യാൻ പാടില്ല. നമ്മൾ സർജറി ചെയ്ത് പ്രോപ്പർ സ്റ്റേജിങ് ആയിട്ട് ഇതിനെ സർജറി വഴി നമ്മൾ മുഴ എടുത്ത് പരിശോധനയ്ക്ക് അയക്കുകയാണ് വേണ്ടത്. നേരെ മറിച്ച് മറ്റു സ്ഥലങ്ങളിൽ ബ്രസ്റ്റിലോ അല്ലെങ്കിൽ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലോ ആണെങ്കിൽ നമുക്ക് ബയോപ്സി സേഫ്ലി ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് രീതിയിൽ ബയോപ്സി ചെയ്യണം വേണ്ടെന്നുള്ളത് മറ്റേ മുഴയുടെ സൈറ്റും കാര്യങ്ങളും മറ്റു ലക്ഷണങ്ങളും അനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷെ ഇൻ ജനറൽ ബയോപ്സി ചെയ്തത് കൊണ്ട് അസുഖം കൂടുതൽ പടരണമെന്ന് എന്നില്ല. പക്ഷെ ഡിസ്കഷനാണ് ഇമ്പോർട്ടന്റ്, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ളത്. അതേപോലെ പ്രധാനപ്പെട്ട ഘടകമാണ് ബയോപ്സി ചെയ്താൽ മാത്രമായിരുന്നു നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അതിന് വേണ്ടി ട്രീറ്റ്മെന്റ് ആ ഓങ്കോളജി ടീം ത്രൂ ചെയ്യുവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അല്ലാതെ ബയോപ്സി ചെയ്തുകൊണ്ട് രോഗം പടരുകയോ പടരാതിരിക്കണം എന്നില്ല. പക്ഷെ അഗൈൻ സൈഡ് ടു സൈഡ് വേരിയേഷൻ ഉണ്ട്. ഡോക്ടർ, അതുപോലെ ഈ ക്യാൻസർ പടരാതിരിക്കാൻ വേണ്ടി പലപ്പോഴും അവയവങ്ങളൊക്കെ നീക്കം ചെയ്യേണ്ടി വരാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ റീകൺസ്ട്രക്റ്റീവ് സർജറി വഴി ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുമോ? മാം, റീകൺസ്ട്രക്റ്റീവ് സർജറി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ നീക്കം ചെയ്ത അവയവത്തിന്റെ ഫോമും ഫങ്ഷനും പഴയ പോലെ ആക്കി മാറ്റുക എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ട വലിയ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ പഴയ പോലെ ആക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത് കൊണ്ട് ഒരു 80%, 70% നമുക്ക് പഴയ ഫംഗ്ഷനോട് റിസ്റ്റോർ ചെയ്യാം, പഴയ ഫോമിൽ റിസ്റ്റോർ ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന മുഴകളിൽ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന മുഴ ബ്രസ്റ്റ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട റീകൺസ്ട്രക്റ്റീവ് സർജറി ചെയ്തതും കൂടി ചികിത്സ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. കാരണം അത് ശരീരത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഭാവിയിൽ രോഗം മാറും, ആള് റിക്കവർ ആവും. പക്ഷെ ഈ ശരീരത്തിൽ വരുന്ന ഈ മാറ്റങ്ങൾ, പല സർജിക്കൽ ട്രോമ കൊണ്ട് വരുന്ന മാറ്റങ്ങളും ചികിത്സ കൊണ്ട് വരുന്ന പല മാറ്റങ്ങളും
അവര് മാനസികമായിട്ട് അവർ ഇമോഷണൽ ഫിസിക്കൽ വെൽബീയിങ്ങിനെ ബാധിക്കും. അപ്പോൾ റീകൺസ്ട്രക്ഷൻ കൊണ്ട് നമ്മൾ ഈ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ് ഫോം ഓഫ് ഫങ്ഷൻ റിസ്റ്റോർ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ക്യാൻസർ ഇപ്പോൾ നമ്മൾ റീകൺസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന പുറമെ കാണുന്ന അവയവങ്ങളും പുറമെ കാണുന്ന ഭാഗങ്ങളാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ ഓങ്കോളജിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഓർഗൻ പ്രിസർവേഷൻ. പലപ്പോഴും ഒരു ക്യാൻസർ വന്നു ലിവറിലോ അല്ലെങ്കിൽ കിഡ്നി പോലത്തെ അവയവങ്ങൾ, അത് മുഴുവൻ കിഡ്നി നീക്കം ചെയ്യേണ്ട ആവശ്യം പലപ്പോഴും വരുന്നില്ല. അപ്പോൾ റീകൺസ്ട്രക്റ്റീവ് സർജറി പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓർഗൻ പ്രിസർവിംഗ് സർജറി, അല്ലെങ്കിൽ കാലുകളിൽ വരുന്ന ട്യൂമർ ലിംബ് പ്രിസർവിംഗ് സർജറി. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതും രോഗിക്ക് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഇതൊരു കമ്പൈൻഡ് ടീം എഫേർട്ടായിട്ട് നമ്മൾ കൊണ്ടുപോയി വരും. ഒരു ക്യാൻസർ സർജറി കഴിഞ്ഞാൽ രോഗി എത്രത്തോളം കാലം വിശ്രമം എടുക്കേണ്ടി വരും? ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ എത്രത്തോളം സമയം എടുക്കും? ക്യാൻസർ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്റൻസീവ് ആയിട്ടുള്ള സർജറിയും അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് കീമോതെറാപ്പിയോ റേഡിയോതെറാപ്പിയോ മറ്റു മരുന്നുകളോ കഴിഞ്ഞു കഴിഞ്ഞാലും ലൈഫ് ലോങ് ഫോളോ അപ്പ് വേണ്ടി വരുന്നതാണ് ഒട്ടുമിക്ക പേഷ്യൻസ്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തില് ഇത് രോഗിയുടെയും അവരുടെ കുടുംബത്തിന്റെ രോഗിയുടെ തന്നെ ഒരു ഡിസിഷനാണ് വെൻ ഐ വാണ്ട് ടു ഗോ ബാക്ക് ടു മൈ നോർമൽ ലൈഫ്. പലപ്പോഴും എനിക്ക് തന്നെ എക്സ്പീരിയൻസ് ഉള്ള പല പേഷ്യൻസും അവര് സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം ഡിസ്ചാർജ് ആയിട്ട് പോയി അവർ അവരുടെ റൂട്ടീൻ ആക്ടിവിറ്റീസിലൊക്കെ അവർ റീജോയിൻ ചെയ്യാറുണ്ട്. കീമോ ചെയ്യുന്ന സമയത്ത് അവർ ജോലി സ്ഥലത്ത് വന്ന് കീമോ എടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു നമ്മുടെ മനസ്സിന്റെ ഒരു കാര്യം കൂടിയാണ്, മനസ്സിന്റെ അവർക്കുള്ള സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ക്യാൻസർ ചികിത്സ ചെയ്യുന്നത് കൊണ്ട് പഴയ ജീവിതത്തോട് മടങ്ങിപ്പോകാൻ പറ്റില്ല എന്നുള്ളതല്ല. ക്യാൻസർ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ വേണ്ടതിൽ സപ്പോർട്ട് ചെയ്തെങ്കിൽ അവർക്ക് പഴയ ജീവിതത്തിൽ ചികിത്സ ഒപ്പം തന്നെ അവർക്ക് എത്തിച്ചേരാനും പറ്റും. അതേപോലെ തന്നെ ചില സർജറികൾ ഇപ്പൊ വളരെ മേജർ സർജറികളാണെങ്കിൽ നമുക്ക് ഒരു 1-2 ദിവസം ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. അങ്ങനത്തെ ഒരു ആൾക്കാർ കുറച്ചും കൂടി റീഹാബിലിറ്റേഷനും കാര്യങ്ങളും വേണ്ടി വരും. എങ്കിൽ പോലും അവര് ഒരു മേ ബി ഒരു 2 to 3 വീക്സിനുള്ള അവർ റിക്കവർ ആയി അവർക്ക് ഫർദർ ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്നത് പഴയ പോലെ അവർക്ക് പഴയ ആക്ടിവിറ്റീസിലോട്ട് ഇറങ്ങാൻ പറ്റും. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ വേണ്ട പ്രിക്കോഷൻ എടുക്കലും കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ചെയ്യലും സപ്പോർട്ട് കൊടുക്കുന്നതാണ്. ഡോക്ടർ, ഈ ശസ്ത്രക്രിയ കൊണ്ട് മാത്രം ക്യാൻസർ പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ തുടർ ചികിത്സകളൊക്കെ ആവശ്യമായിട്ട് വരുമോ? ഏർലി സ്റ്റേജിലുള്ള ക്യാൻസറുകൾക്ക് പലപ്പോഴും ശസ്ത്രക്രിയ കൊണ്ട് മാത്രം രോഗം മാറും. എങ്കിൽ പോലും വേറെ തുടർ ചികിത്സകൾ വേണ്ടാന്ന് തീരുമാനിക്കുന്നതിലാണ് നമ്മുടെ വിജയം. അത് പ്രോപ്പർ സർജറി സ്റ്റേജിങ് ചെയ്ത് ഹ്യൂമൻ ബോർഡ് ഡിസ്കഷൻ ചെയ്തിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ ഫർദർ ചികിത്സ വേണ്ടത്. പക്ഷെ അത് ഏർലി സ്റ്റേജ് ക്യാൻസറുകൾക്ക് വേണ്ടി മാത്രമാണ്. ഏർലി സ്റ്റേജ് ക്യാൻസർ നമ്മുടെ പോപ്പുലേഷനിലെ പ്രസന്റേഷൻ വളരെ കുറവാണ്. മെജോറിറ്റി അഡ്വാൻസ് ക്യാൻസേഴ്സ് ആണ്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പോലും അവർക്ക് കീമോതെറാപ്പി, റേഡിയോതെറാപ്പി അല്ലെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പിയുടെ ചികിത്സകൾ വേണ്ടി വരാറുണ്ട്. പലപ്പോഴും ഇങ്ങനത്തെ ചികിത്സകൾ സർജറിക്ക് മുമ്പായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരാറുണ്ട്. ഇപ്പോൾ ന്യൂ ആയിട്ട് ചെന്നപ്പോൾ ഓപ്പറേഷൻ മുമ്പ് കൊടുക്കുന്ന കീമോതെറാപ്പികളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. പക്ഷെ അത് ഓരോ രോഗിയുടെ ആരോഗ്യസ്ഥിതിയും ടൈപ്പ് ഓഫ് ക്യാൻസറും ഒക്കെ തീരുമാനിച്ചിട്ടാണ്. ഒരിക്കലും സർജറി ഒറ്റയ്ക്കൊരു ചികിത്സയായിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് ഒരു ചികിത്സയായിട്ട് മാറുന്നില്ല. ഏർലി സ്റ്റേജുകൾ പോസിബിൾ ആണ്. പക്ഷെ നമുക്ക് അഡ്വാൻസ് ക്യാൻസേഴ്സാണ് അധികം കിട്ടുന്നത്. അതിനൊക്കെ ഒട്ടുമിക്ക അവസരങ്ങളും കോമ്പിനേഷൻ ഓഫ് ട്രീറ്റ്മെന്റ്സ് ആവശ്യമാണ്. ഓക്കെ ഡോക്ടർ, നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഒരുപാട് നന്ദി ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിന്. താങ്ക് യു മാഡം. ഹലോ ഡോക്ടറുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.